ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു 5 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് ഇൻസ്റ്റലേഷൻ്റെ ബിൽ ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ സെഷൻ്റെ അവസാനം നമ്മൾ എങ്ങനെയാണ് സൈസിങ്ങിന് ശേഷം ഒരു 5 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക്കിൻ്റെ കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുന്നത് എന്നും എങ്ങനെ ഒരു 5 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാമെന്നും പഠിക്കും. Tools and equipments required: paper, pencil, eraser, scale, hammer, screwdriver set, crimping tool 3 mm to 16 mm, DE double-ended spanner set 6 mm to 15 mm, multimeter, product profile of solar panels, batteries, array junction box, charge controller, DC disconnectors, AC disconnector, കൂടാതെ ഇൻവെർട്ടറും. കോമ്പണൻസിൻ്റെ സൈസിങ്ങിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. സാമ്പിൾ കാൽക്കുലേഷൻ. ബൾബിൻ്റെ റേറ്റിംഗ് 100 വാട്ട്സ് ആണ്. എന്ന് വെച്ചാൽ 5 ലോഡ്സ് ആണുള്ളത്. 6 മണിക്കൂർ അത് പ്രവർത്തിക്കുകയും ചെയ്യും. പെർ ലോഡിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് 100 വാട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 6 hours ഈസ് ഈക്വൽ ടു 600 വാട്ട്സ് hours. ദെൻ 5 ലോഡിൻ്റെ പവർ കൺസംഷൻ എത്രയായിരിക്കും നമുക്ക് നോക്കാം. അതെത്രയാണ്? 600 വാട്ട്സ് അവർ മൾട്ടിപ്ലൈഡ് ബൈ 5 നമ്പർ ഓഫ് ലോഡ്സ് ഇസ് ഈക്വൽ ടു 3000 വാട്ട്സ് അവർ. മുകളിലെ ലോഡ്സിൻ്റെ ടോട്ടൽ പവർ കൺസംഷൻ ഇനി എത്രയാണെന്ന് നോക്കാം. 18,280 വാട്ട് അവേഴ്സ്. അത് യൂണിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 18,280 ഡിവൈഡഡ് ബൈ 1000 അതെത്രയാണ്? 18.28 യൂണിറ്റ്സ്. കാരണം 1000 വാട്ട്സ് അവർ അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്. സോളാർ പാനലിൻ്റെ സൈസിങ് നോക്കാം. ഒരു 5 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റത്തിൻ്റെ സൈസിങ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കോമ്പണൻസിലാണ്. അതെന്താണെന്ന് നോക്കാം. സോളാർ പാനൽസ്, ഇൻവെർട്ടർ, ബാറ്ററി ബാങ്ക്. ഒരു 5 കിലോ വാട്ടിൻ്റെ പ്ലാൻ കപ്പാസിറ്റിക്കായി സോളാർ പാനൽസ് എന്ത് ചെയ്യുന്നു? നമ്മൾ കണക്ട് ചെയ്യുന്നു ടു ഗെറ്റ് ദി റിസൾട്ടൻറ്റ് വോൾട്ടേജ്, അതായത് മാക്സിമം വോൾട്ടേജ് VM മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് പാനൽസ് യൂസ്ഡ്. DC വാല്യൂ ഇൻ വോൾട്ട്സിനെയാണ് സിസ്റ്റം വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് വർക്കിംഗ് വോൾട്ടേജ്. ഇത് ഒരു സോളാർ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റത്തിൻ്റെ ഒരു കോമൺ കോമ്പണൻ്റ് ആണ്. സോ അതുകൊണ്ട് വോൾട്ടേജിൻ്റെ ലെവലിലെ മിസ്മാച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഒരു 5 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള പവർ പ്ലാന്റിൻ്റെ സിസ്റ്റം വോൾട്ടേജിൻ്റെ റെക്കമെൻഡഡ് വാല്യൂ എന്ന് പറയുന്നത് 24 വോൾട്ട്സ് ആണ്. ഒരു 5 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് പ്ലാന്റ് മിനിമം ഒരു 5000 വാട്ട്സ് പവറെങ്കിലും സോളാർ അറേയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അത് 20 സോളാർ പാനൽസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ഓരോ സോളാർ പാനലിനും 250 വാട്ട് പവർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോളാർ പാനൽ റേറ്റിംഗ് അതായത് VM മാക്സിമം വോൾട്ടേജ് എന്ന് പറയും. അത് 30 വോൾട്ട്സ് DC ആണ്. ആൻഡ് മാക്സിമം കറണ്ട് എത്രയാണ്? 8 ആംപിയേഴ്സ്. അതായത് 240 വാട്ട് പവറാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് അപ്രോക്സിമേറ്റ് മാച്ചിങ് ടു വാട്ട് പവർ ഓഫ് 250 വാട്ട്സ്. സോ ഈ കൊടുത്തിരിക്കുന്നത് പോലെ ഒരു 5 കിലോ വാട്ട് പവർ അത് അച്ചീവ് ചെയ്യാനായിട്ട് വോൾട്ടേജ് ഡെവലപ്ഡ് ബൈ ഈച്ച് പാനൽ സ്ട്രിങ് അത് 30 വോൾട്ട്സ് ഇൻറ്റു 10 നമ്പർ ഓഫ് പാനൽസ് ആയിരിക്കും. അതായത് 300 വോൾട്ട്സ്. അങ്ങനെയെങ്കിൽ പവർ എത്രയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? 300 വോൾട്ട്സ് ഇൻറ്റു 10 ആംപിയർ. അതെത്രയാണ്? 3000 വാട്ട്സ്. 5 കിലോ വാട്ട് പവർ ലഭിക്കാനായി കുറഞ്ഞത് 20 പാനൽസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക. ഓരോ സ്ട്രിങ്ങിലും 10 പാനൽസ് വെച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഇൻവെർട്ടറിൻ്റെ സെലക്ഷനും സൈസിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതായത് കിലോ വാട്ട്, പിന്നെ ടെക്നോളജി, പിന്നെ അനുവദനീയമായ പവർ ലോഡ്, എത്ര ബാറ്ററീസ് ആവശ്യമാണ്, പിന്നെ സോളാർ പാനൽ വോൾട്ടേജ്, കൂടാതെ സോളാർ പാനൽ കറണ്ട്. ഇൻവെർട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. DC ഇൻപുട്ട് റേഞ്ച്, AC ഔട്ട്പുട്ട് അതായത് വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട്, വോൾട്ടേജ് ആംപിയർ അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ. പവർ ഫാക്ടർ എത്രയായിരിക്കും? അത് 0.8. 1000 വാട്ട്സ് ഈസ് ഈക്വൽ ടു 1250 വോൾട്ട് ആംപിയേഴ്സ്. ഇനി വേവ് ഫോം, സൈനുസോയിഡൽ, സ്ക്വയർ വേവ് കൂടാതെ ക്വാസി സൈൻ വേവ്.
ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് AC, 50 ഹാർട്സ്, സിംഗിൾ ഫേസ്. അപ്പോൾ പവർ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 5 കിലോ വോട്ട്. DC ഇൻപുട്ട് ഫോർ ഇൻവെർട്ടർ അതെത്രയായിരിക്കും? 300 വോൾട്ട് മുതൽ 350 വോൾട്ട് DC വരെ ആയിരിക്കും. ഔട്ട്പുട്ട് വേവ് ഫോം എന്തായിരിക്കും? സൈനുസോയിഡൽ ആയിരിക്കും. ഇനി ബാറ്ററീസിൻ്റെ സൈസിങ് നോക്കാം. ബാറ്ററി സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സിസ്റ്റം വോൾട്ടേജ് ഡിസൈഡ് ചെയ്യണം. സോ അതെത്രയായിരിക്കും? സിസ്റ്റം വോൾട്ടേജ് കൺസിഡർ ചെയ്യപ്പെടുന്നത് 24 വോൾട്ട് ആയിട്ടാണ്. ഒരു ബാറ്ററിയുടെ യൂണിറ്റ് സൈസ് എന്ന് പറയുന്നത് 12 വോൾട്ട്സ് ആണ്. ശേഷം സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിൽ പ്രിഫർ ചെയ്യപ്പെടുന്ന വാല്യൂ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ബാറ്ററീസിനെ ഗ്രൂപ്പായി തിരിക്കാം. ഇൻ സീരീസ് ആക്കാം, പാരലലായി വെക്കാം, അല്ലെങ്കിൽ സീരീസോ പാരലൽ കോമ്പിനേഷൻസ് ആക്കിയും വെക്കാം. ഇൻവെർട്ടർ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട് DC ആണ്. സോ ബാറ്ററി ബാങ്കിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും? അത് 300 വോൾട്ട് DC തന്നെ ആയിരിക്കും. ഓരോ ബാറ്ററിയുടെയും വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് DC കൂടാതെ 20 ആംപിയർ അവർ അത്രയുമായിരിക്കും. ഇനി ഒരു 300 വോൾട്ട് DC ലഭിക്കാനായി എത്ര നമ്പേഴ്സാണ് ബാറ്ററി നമുക്ക് ആവശ്യമായി വരിക? 300 വോൾട്ട് ബൈ 12 വോൾട്ട് ഈസ് ഈക്വൽ ടു 25 നമ്പേഴ്സ്. സോ ഇത് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? 300 വോൾട്ട് DC ആയിരിക്കും. ഇനി ടോട്ടൽ പവർ റേറ്റിംഗ് എത്രയായിരിക്കും? അത് 20 ആംപിയർ ഇൻറ്റു 300 വോൾട്ട്സ്, അതായത് 6000 വാട്ട്സ്. ഇനി ഒരു 5 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് ഇൻസ്റ്റലേഷൻ ആവശ്യമായ കോമ്പണൻസിൻ്റെ സെലക്ഷൻ നോക്കാം. ഒരു 5 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് പ്ലാന്റിന് ഒരു മിനിമം, അതായത് ഒരു 5000 വാട്ട് അത്രയുമാണ് ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു സോളാർ അറേയിൽ നിന്ന്. ഇനി ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? 20 സോളാർ പാനൽസിൻ്റെ ഗ്രൂപ്പിംഗ് വെച്ചിട്ടാണ് നമ്മളിത് അച്ചീവ് ചെയ്യുന്നത്. ഓരോന്നിനും കപ്പാസിറ്റി എത്രയായിരിക്കും? വാട്ട് പവർ ഈസ് ഈക്വൽ ടു 250 വാട്ട്. അത് മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കും. അതായത് ഓപ്ഷൻ 1. ഇനി 250 വാട്ട് പവറുള്ള 20 സോളാർ പാനൽസ് നമുക്ക് സീരീസായി കണക്ട് ചെയ്യാം. അതായത് 20 മൾട്ടിപ്ലൈഡ് ബൈ 250 വാട്ട് പവർ ഈക്വൽ ടു 5000 വാട്ട്. സീരീസ് ഓഫ് കണക്ഷൻ ഓഫ് 20 പാനൽസ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 600 വോൾട്ട്സ് ഫോർ എ മാക്സിമം വോൾട്ടേജ് ഓഫ് 30 വോൾട്ട് DC. അത് ഒരു സോളാർ പാനലിൽ നിന്ന്. സോ ബാറ്ററി ബാങ്ക് ഔട്ട്പുട്ട് അതെത്രയായിരിക്കണം? 600 വോൾട്ട് DC ആയിരിക്കണം. അത് സോളാറിൻ്റെ ടോട്ടൽ വോൾട്ടേജിന് മാച്ച് ആയിരിക്കണം. ഈ ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് നമ്മൾ 25 ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓരോന്നിനും 24 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യേണ്ടത് 450 വോൾട്ടിനും 800 വോൾട്ടിനും ഇടയിലുള്ളൊരു റേഞ്ചിലായിരിക്കണം. സോളാർ DC ഇൻപുട്ടും 10 ആംപിയർ ആയിരിക്കണം. ഇനി നമുക്ക് ഒരു 5 കിലോ വാട്ട് സോളാർ PV ഇൻസ്റ്റലേഷൻ്റെ കോമ്പണൻസ് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ 2. സോളാർ അരേയ്ക്ക് 2 സീരീസ് പാത്ത്സ് ഉണ്ടാവും. ഓരോ പാത്തിലും 10 പാനൽസ് ആയിരിക്കും ഉണ്ടാവുക. 2 പാത്തുകളും പാരലലായി കണക്ട് ചെയ്യപ്പെട്ടിട്ടും ഉണ്ടാവും. 250 വാട്ട് പവറുള്ള ഓരോ പാനലും 5000 വാട്ടാണ് പവർ ജനറേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ട്രിംഗ് വോൾട്ടേജ് 300 വോൾട്ട് DC ആയിരിക്കും. ഇനി സോളാർ പാനലിൻ്റെ മാക്സിമം കറണ്ട് വോൾട്ടേജ് എത്രയായിരിക്കും? അതായത് VM, ദാറ്റ്സ് ഈക്വൽ ടു 30 വോൾട്ട്സ്. കൂടാതെ മാക്സിമം കറണ്ട് എത്രയാണ്? അതായത് IM, അത് 10 ആംപിയറും ആയിരിക്കും. സോ അരേ ജംഗ്ഷൻ ബോക്സ് ഔട്ട്പുട്ട് അതെത്രയായിരിക്കും? 300 വോൾട്ട് 20 ആംപിയേഴ്സ്. ബാറ്ററി ബാങ്ക് ഔട്ട്പുട്ട് അതെത്രയായിരിക്കണം? 300 വോൾട്ട് DC ഔട്ട്പുട്ട് ആയിരിക്കണം. ഈ ഔട്ട്പുട്ട് ലഭിക്കാനായി നമ്മൾ 25 ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓരോന്നും 12 വോൾട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി സോളാർ DCയുടെ ഇൻപുട്ട് റേഞ്ച് അതൊരു PCUവിനോ ഇൻവെർട്ടറിനോ അതെത്രയായിരിക്കണം? 150 വോൾട്ട് മുതൽ 450 വോൾട്ട് DC കൂടാതെ 20 ആംപിയർ. ഇനി 5 കിലോ വാട്ട് സോളാർ PV ഇൻസ്റ്റലേഷൻ്റെ കോമ്പണൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ 3. സോളാർ അരേയ്ക്ക് 4 സീരീസ് പാത്ത്സ് ഉണ്ടാവാം. അതായത് 5 പാനൽസ് ആയിരിക്കും ഓരോന്നിലും ഉണ്ടാവുന്നത്. എല്ലാം പാരലായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് 5000 വാട്ടാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് വിത്ത് സ്ട്രിംഗ് വോൾട്ടേജ് ഓഫ് 150 വോൾട്ട്. പക്ഷേ അരേ ജംഗ്ഷൻ ബോക്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 150 വോൾട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ VM ഈക്വൽ ടു മാക്സിമം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു
30 വോൾട്ട്സ്. കൂടാതെ മാക്സിമം കറണ്ട് എത്രയാണ്? 40 ആംപിയേഴ്സ്. ബാറ്ററി ബാങ്കിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കണം? 180 വോൾട്ട് DC ഔട്ട്പുട്ട് ആയിരിക്കണം. ഈ ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് 13 ബാറ്ററീസ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഓരോന്നും 12 വോൾട്ട്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി സോളാർ DC ഇൻപുട്ട് റേഞ്ച് ഒരു PCUവിൻ്റെയോ ഇൻവേർട്ടറിൻ്റെയോ അത് എത്രയാണെന്ന് നോക്കാം. അത് 75 വോൾട്ട് മുതൽ 300 വോൾട്ട് DC വരെ ആയിരിക്കണം അറ്റ് 40 ആംപിയേഴ്സ്. സോ ജനറേറ്റ് ചെയ്യുന്ന പവർ എത്രയാണ്? 150 വോൾട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 40 ആംപിയേഴ്സ് ഈക്വൽ ടു 6000 വാട്ട്സ്. സിംഗിൾ ലൈൻ ഡയഗ്രാം SLD, അതായത് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കോമ്പണൻസിനെയും അതിൻ്റെ പാത്സിനെയുമാണ്. അത് ഈസിലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ്. അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 5 kW സോളാർ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിഫറെൻറ്റ് കോമ്പണൻസ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന്. 20 സോളാർ പാനൽസ്, ഓരോന്നിനും 250 വാട്ട് പവർ ഉണ്ടായിരിക്കും. കൂടാതെ 30 VM, അതായത് മാക്സിമം വോൾട്ടേജ്, 10 IM, അതായത് മാക്സിമം കറണ്ട്, ഇതെല്ലാം സീരീസ് ആയിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ഓഫ് സോളാർ പാനൽ അത് കണക്റ്റഡ് ആയിരിക്കുന്നത് DC ഡിസ്കണക്ടറിലൂടെ ആയിരിക്കും ടു അറേ ജംഗ്ഷൻ ബോക്സ്. കൂടാതെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 300 വോൾട്ട് അറ്റ് 10 ആംപിയേഴ്സ്. അറേ ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് ചാർജ് കൺട്രോളറിലേക്കായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത് ത്രൂ DC ഡിസ്കണക്ടർ. ഒരു ചാർജ് കൺട്രോളർ എന്ന് പറയുന്നത് ബാറ്ററി ബാങ്കിലേക്കായിരിക്കും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ത്രൂ DC ഡിസ്കണക്ടർ. ബാറ്ററീസ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാകും. 25 ബാറ്ററീസ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇനി ബാറ്ററി ബാങ്കിൽ ബാറ്ററീസ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ആസ് റിക്വയർഡ് ബൈ ദി ഇൻവെർട്ടർ വോൾട്ടേജ് ഇൻപുട്ട് ത്രൂ DC ഡിസ്കണക്ടർ, അതായത് 300 വോൾട്ട് DC. ഒരു ഇൻവെർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് പവർ ഓഫ് 230 വോൾട്ട്സ് 50 ഹെർട്സ് സിംഗിൾ ഫേസ് AC പവർ. അതെവിടെ നിന്നാണ് എടുക്കുന്നത്? ബാറ്ററി ബാങ്കിൽ നിന്നാണ്. ഇൻവെർട്ടർ ഔട്ട്പുട്ട് പവർ അത് AC ഡിസ്കണക്ടർ വഴി AC ലോഡ്സിലേക്കാണ് എത്തുന്നത്. ഫോർ ഒരു ഓൺ ഗ്രിഡ് SPV സിസ്റ്റം ഇതിലെ അഡീഷണൽ 2 ബ്ലോക്സ്, അതിൽ ഒന്ന് നോർമൽ പവർ സപ്ലൈ ഓഫ് 230 വോൾട്ട്സ് ACക്കുള്ളതായിരിക്കും 50 ഹെർട്സ്, ആൻഡ് മറ്റൊന്ന് ചാർജ് കൺട്രോളറിനുള്ളതായിരിക്കും ടു റീചാർജ് ദി ബാറ്ററി ബാങ്ക്. അത് സോളാർ പവർ സഫീഷ്യൻ്റ് അല്ലാത്തപ്പോഴാണ് ബാറ്ററീസ് ചാർജ് ചെയ്യാനായിട്ട്. ഇനി മെറ്റീരിയൽസിൻ്റെ ബിൽ. ഒരു 5 kW സോളാർ ഫോട്ടോ വോൾട്ടേക് ഇൻസ്റ്റലേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ കോമ്പണൻസ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് താഴെയുള്ള ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. സോളാർ കേബിളിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. MC4ൻ്റെ കണക്ടർ സ്പെസിഫിക്കേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റീക്യാപ്പ്. ഈ സെഷനിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് സൈസിങ്ങിന് ശേഷം ഒരു 5 kW സോളാർ ഫോട്ടോവോൾട്ടിക്കിൻ്റെ കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരു 5 kW സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാമെന്നും പഠിച്ചു. ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.